ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വർഷ പറയുമായിരുന്നു അവിടെ സച്ചിയേട്ടൻ ഉറങ്ങിയിട്ടുണ്ടാവും, ബാക്കി ശ്രുതിയൊക്കെ വിഷമിച്ചിരിക്കുക എന്ന് പറയുമ്പോഴേക്കും മോളിന് കളിയും ചിരിയൊക്കെ കേൾക്കുവാണ്. അപ്പോൾ രേവതി പറയും, വർഷ പറഞ്ഞ പോലെ തന്നെ അവർ ഉറങ്ങിയിട്ടില്ല, പക്ഷെ വിഷമിച്ചിരിക്കുകയല്ല, സന്തോഷം കൊണ്ട് ഉറങ്ങാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് രേവതി കളിയാക്കുവാണ് വർഷയെ. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ കാണിക്കുന്നത് ചന്ദ്ര രേവതിയോട് ചായ എടുത്തുകൊണ്ട് മോളി വരാൻ പറയുന്നതാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, രേവതി ഇവിടെ ഇല്ല, അവൾ പൂക്കടയിൽ പോയി, ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്, നീ പോയി എടുത്ത് കുടിക്കുമെന്ന് പറയുമ്പോൾ രേവതിയെ കുറ്റം പറയുവാണ് ചന്ദ്ര. അവളിപ്പോൾ വീട്ടിൽ ഒരു പണിയും ചെയ്യുന്നില്ല, ഒരു പൂക്കട ഇട്ട പിന്നെ അവിടെ തന്നെയാണെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, എന്നാൽ പിന്നെ നിനക്ക് പോയി എടുത്ത് കുടിച്ചൂടെ, നിനക്ക് പണിയെടുത്തൂടെ, നീ ഈ വീട്ടിലൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്രക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. രേവതി അപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. രേവതിക്ക് പൈസയില്ലല്ലോ, അതുകൊണ്ട് തന്നെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കാണിക്കുന്നത് മോളിൽ നിന്നും പായം കൊണ്ട് വരുന്ന ശ്രുതിയെ കാണുന്ന നെട്ടുന്ന ചന്ദ്രയാണ്. നീ എന്താണ് ഇവിടെ പായം കൊണ്ടൊക്കെ എവിടെ പോകുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഞാൻ ഇന്നലെ ടെറസിലാണ് അമ്മേ കിടന്നതെന്ന് പറയുമ്പോൾ ചന്ദ്രൻ എട്ടുവാണ്. കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നില്ല, നേരെ മുറിയിലോട്ട് പോവുകയാണ്. അങ്ങനെ ചന്ദ്രക്ക് ഭയങ്കര ടെൻഷനാവും ശ്രുതി ടെറസിൽ കിടക്കുന്നത് ഓർത്തിട്ട്. മുറിയിൽ ചെല്ലുമ്പോഴേക്കും ശ്രുതി അവിടെ ലാപ്ടോപ്പിൽ പണിയെടുക്കുമായിരിക്കും. ശ്രുതിയെ മൈൻഡ് ചെയ്യാതെ ശ്രുതി ബാത്റൂമിലോട്ട് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടി പോകും. അപ്പോഴേക്കും ചന്ദ്ര മുറിയിൽ വന്ന് കൊട്ടും. അപ്പോൾ ശ്രുതി പോയി തുറക്കുമ്പോഴേക്കും എന്താ മോളെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഒന്നുമില്ലമ്മേ എന്നൊക്കെ പറയും. അപ്പോൾ നിൻ്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രാത്രി ഞാനും രേവതിയും വർഷയും കൂടി അങ്ങനെ സംസാരിച്ചിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്രക്ക് ടെൻഷനാവും. ഇവർ 3 പേരും സംസാരിച്ചിരിക്കുന്നു, അത് നല്ല കാര്യമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലിങ്ങനെ ഓർക്കുവാണ്. എന്നെയും കൂടി വിളിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, അമ്മ നല്ല ഉറക്കമായിരുന്നു, അതാ വിളിക്കാണ്ടിരുന്നതെന്ന് പറയും. എന്നിട്ട് നോക്കുമ്പോഴേക്കും ശ്രുതിയും തമ്മിൽ ഒന്നും മിണ്ടാതിരിക്കുന്നതൊക്കെ കാണും. അപ്പോൾ ചോദിക്കും, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഇതുവരെ പ്രശ്നമൊന്നുമില്ല അമ്മേ. അപ്പോൾ അമ്മ പറയും, എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തോട്ട് പോകുവാണ്. അപ്പോൾ ശ്രുതി പറയുവാണ്, ഞാൻ ജോലിക്ക് പോകരുതായിരുന്നു, നീ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇഷ്ടമല്ലാത്ത ജോലിക്ക് പോയത്, അങ്ങനെ ഞാൻ പോകാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരും. ഇപ്പോൾ എല്ലാ കുറ്റങ്ങളും ശ്രുതി എന്താ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവാണോ എന്ന് പറഞ്ഞ് ശ്രുതിയും ചൂടാകുവാണ്. ഞാൻ എൻ്റെ പഠിപ്പും വിദ്യാഭ്യാസവും പോലും നോക്കാതെ ആ ഹോട്ടലിൽ വെയിറ്ററിൻ്റെ ജോലിയാണ് എടുത്തതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഞെട്ടുവാണ്. കാരണം ശ്രുതിക്ക് അറിയില്ലല്ലോ ശ്രുതി ഇങ്ങനത്തെ പണിയാണ് എടുത്തതെന്ന്. ശ്രുതിക്ക് അപ്പോൾ സങ്കടം വരും. അപ്പോൾ ശ്രുതി പറയും, എല്ലാം നിനക്ക് വേണ്ടിയാണ്, ഇതോടെ ഞാനൊരു കാര്യം ഉറപ്പിച്ചു, ഇനി ഞാൻ മേലാൽ എൻ്റെ യോഗ്യതക്കനുസരിച്ചുള്ള ജോലിയല്ല അത് ഞാൻ ചെയ്യില്ല, അതിനെ ആരും എന്നെ നിർബന്ധിക്കുകയും വേണ്ടാന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ഒന്നുകൂടെ ദേഷ്യം വരും കേട്ടോ. പക്ഷെ സങ്കടവും ഉണ്ട്. ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി പറഞ്ഞത് എനിക്ക് വേണ്ടിയല്ല, ശ്രുതിക്ക് വേണ്ടിയാണ്. എനിക്ക് ശ്രുതിയുടെ കാശൊന്നും വേണ്ട. ശ്രുതിക്ക് ഒരു അഭിമാനത്തിന് വേണ്ടിയിട്ടാണ് ഒരു ജോലി കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ശ്രുതി എന്നെ പെണ്ണ് കാണാൻ ആദ്യമായിട്ട് വരുമ്പോഴേക്കും ശ്രുതിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ ശ്രുതിയെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ശ്രുതിയുടെ കാശിനെയല്ല ഞാൻ സ്നേഹിക്കുന്നതെന്നൊക്കെ ശ്രുതി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ശ്രുതിയെ. ജോലി ഉണ്ടെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ ബഹുമാനവും ആദരവൊക്കെ കിട്ടത്തുള്ളൂ. സച്ചി തന്നെ എന്തോരം ശ്രുതിയെ കളിയാക്കുന്നുണ്ട്, അതുകൊണ്ടൊക്കെയല്ലേ ഞാനൊരു ജോലി കണ്ടുപിടിക്കാൻ നിർബന്ധിച്ചതെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇനി എന്നെ ആരും എൻ്റെ ജോലി കണ്ടുപിടിക്കാൻ എനിക്കറിയാം, ആരും അതും പറഞ്ഞ് എന്നെ ശല്യം ചെയ്യരുതെന്ന് പറയുമ്പോൾ ശ്രുതി പറയുവാണ്, ഇനി ഞാനെന്നാൽ ശ്രുതിയുടെ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് ശ്രുതി പോകും. പിന്നെ കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി മൊബൈൽ നോക്കി വല്ലാതെ ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ദേഷ്യം അടക്കി പിടിക്കാനാവാതെ കട്ടിലേക്കിട്ട് ഇടിക്കുവാണ്. അപ്പോഴാണ് മറ്റേ രേവതി പുറത്തു നിന്നതൊക്കെ കാണുന്നുണ്ട്, സച്ചി ഫോൺ നോക്കി ഇറിറ്റേറ്റ് ആവുന്നത്. അപ്പോൾ രേവതി ഓർക്കും, എന്താണ് ഈ സച്ചിയുടെ ഫോൺ കണ്ട് ഇത്ര ഇറിറ്റേറ്റ് ആവുന്നതൊക്കെ നോക്കുമ്പോഴേക്കും സച്ചി മൊബൈൽ അവിടെ വെച്ചിട്ട് ബാത്റൂമിൽ പോകും. ആ ടൈമിൽ രേവതി വന്ന് ഫോൺ എടുത്ത് ആ വീഡിയോ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ സച്ചി മുറിയിലോട്ട് കയറി വരും. കാരണം വീഡിയോ രേവതി എടുത്ത് നോക്കുന്ന സംശയം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും സച്ചി ചൂടാവും രേവതിയോട്, ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കും രേവതിയുടെ കയ്യിൽ നിന്നും. എന്തിനാണ് മറ്റുള്ളവരുടെ ഫോണൊന്നൊക്കെ എടുത്ത് നോക്കുന്നതൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയും, വേറെ ആരുടെയല്ലോ, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഫോണല്ലേ നോക്കുന്നത്. അപ്പോൾ സച്ചി പറയും, അനുവാദമില്ലാതെ ഒരു ആളുടെ ഫോണും ഇങ്ങനെ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് രേവതിയെ ചീത്ത പറയുവാണ്. എന്നിട്ട് സച്ചി മൊബൈലും കൊണ്ട് ബാത്റൂമിലോട്ട് പോവും. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്ത് മേളിൽ നിന്നും പായയും കൊണ്ട് വരുന്നതാണ്. അപ്പോൾ മുകളിൽ നിന്ന് പായന്ന് കൊണ്ട് വരുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കും, എന്താ ശ്രീകാന്ത് നീയും ടെറസിലാണോ കിടന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും, ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ രേവതിയെ കാണുമ്പോഴേക്കും രേവതിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കും. വർഷ ഉറങ്ങിയിട്ടുണ്ടാവില്ലല്ലേ, വർഷയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടാവും, അവൾ എന്നെയായിട്ട് വഴക്കിട്ട് അങ്ങനെ നിന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ഇമോഷണൽ ആകുമ്പോഴത്തേക്കും രേവതിക്ക് അറിയാലോ വർഷ ഇന്നലെ നല്ല ഹാപ്പി ആയിരുന്നു. എന്നിട്ട് രേവതി ഒന്നും മിണ്ടത്തില്ല. രേവതി പറയും, ശ്രീകാന്ത് തന്നെ മുറിയിൽ പോയി നോക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് മുറി തുറക്കുമ്പോഴേക്കും വർഷ അവിടെ നിന്ന് നല്ല ഹാപ്പി ആയിട്ട് ഡാൻസ് കളിക്കുമായിരിക്കും. ഇത് കാണുമ്പോഴേക്കും ശ്രീകാന്തിന് ഭയങ്കര ഇറിറ്റേഷൻ ആകും. ശ്രീകാന്ത് അപ്പോൾ ചോദിക്കും, നിനക്കെന്താ ഒരു സങ്കടവും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വർഷ പറയും, ഞാനെന്തിനാ സങ്കടപ്പെടുന്നു, ഞാൻ ഇന്നലെ സുഖമായിട്ട് ഇറങ്ങി ശ്രീകാന്ത് ടെറസിൽ പോയി കിടന്നപ്പോഴേക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്തിന് ഒന്നുകൂടെ ദേഷ്യം വരും. ശ്രീകാന്ത് പറയും,
നിനക്കൊരു കുഴപ്പമില്ല, നിൻ്റെ അമ്മ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് പറയുമ്പോൾ വർഷ പറയും, എൻ്റെ അമ്മയോ? എന്നാൽ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി അമ്മയുടെ മുഖത്ത് തലയണ വെച്ച് അമ്മയുടെ മുഖം ശരിയാക്കിയിട്ട് വരാം എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്തിന് ഒന്നുകൂടെ ദേഷ്യം വരും. നിനക്കെന്താടി വട്ടായോ എന്ന് ചോദിക്കുമ്പോൾ വർഷക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശ്രീകാന്ത് പറയും, നിൻ്റെ അമ്മയടുത്ത് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, അതെൻ്റെ അമ്മയാണ്, അമ്മ എൻ്റെ കാര്യത്തിൽ ഇടപെടും, അതിലാരും ഇടപെടാൻ നിൽക്കണ്ടെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ദേഷ്യം വന്ന മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുവാണ്. അങ്ങനെ 3 കപ്പിൾസും വഴക്കിട്ട് അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നാളത്തെ വിശേഷം ഞാൻ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.